ആരിത് വാ ഇരി. കല്യാണമാ ഈ പ്രായത്തിലും കഴപ്പ് തന്നെ. എന്റെ അല്ല മോള. അല്ല ഇതിന്റെ മോളെന്തോ ഒത്തിരി പഠിക്കുന്നത്. അവളെ പഠിത്തം ഞാനൊക്കെ നിർത്തിച്ച് ഇനി ചെറുക്കന്റെ വീട്ടുകാരെ നോയിക്കോളുമല്ലേ. അല്ല അതിന്റെ ഇളയ മോളെ കല്യാണം എന്തിനായി? അവ കന്യമതത്തിലുള്ള ഒരുത്തനായിട്ടൊരു ചുറ്റിക്കളി. അയ്യോ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാന്ന് പറഞ്ഞവനെ വീട്ടിൽ വിളിച്ചെടുത്ത് കൈയൊക്കെ വെട്ടിക്കളഞ്ഞു. അയ്യോ അപ്പൊ പുറത്തിറങ്ങില്ലേ? പുറത്തിറങ്ങാ കാലൂടെ വെട്ടിക്കളയൂന്ന് പറഞ്ഞു. പിള്ളേരുടെ സന്തോഷമല്ലടാ നമുക്ക് വലുത്. പിന്നെ അവക്ക് ഭയങ്കര സന്തോഷമായി കാണും. അല്ല ചെറുക്കന് സ്ത്രീധനം എത്ര കൊടുത്തു? ഒരു 150 പവനും BMW കാറും ബെൻസാണ് ചോദിച്ചത്. പറ്റൂലെന്ന് പറഞ്ഞു. ഓ കുറവാ. എന്റെ മൂത്ത മോക്ക് ഞാൻ 200 പവനും ഒരു ബെൻസ് കാറോ കൊടുത്തത്. തന്നെ ഒരു മിനിറ്റ്. ഹലോ ആ മോനെ നിനക്ക് 200 പവനും ഒരു റേഞ്ചർ റോവർ കാറും. അതെ അവനില്ലേ? യവനാണ് എന്റെ മോനെ പിഴപ്പിക്കുന്ന അവന്റെ കൂട്ടുകാരൻ. ഞാൻ മാത്രമല്ല അവൻ എന്നെയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ പിഴയാന്ന് സമ്മതിച്ച്. അല്ല ഇവന്റെ കല്യാണം ഒന്നും ആയില്ലേ? അവനൊരു പെണ്ണുമായിട്ട് പ്രേമോന്ന്. ഞാൻ പെണ്ണിന്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞു 500 പവൻ തരാ ചെറുക്കനെ കൊടുക്കൂല. ഇതിനാ ഞാൻ സ്ത്രീധനം വാങ്ങാതെ കേട്ടതോളൂ. എടാ നിന്റെ അമ്മയെ ഞാൻ അന്നത്തെ 50 പവൻ മേടിച്ചാണ് കെട്ടിയത്. എന്നിട്ട് നിന്റെ അപ്പൂപ്പൻ ബാക്കി 20 പവൻ തരാത്തോണ്ട് നിന്റെ അമ്മ വീട്ടിൽ കൊണ്ട് നിർത്തി ബാക്കി മേടിച്ചവനാണ് ഞാൻ. നീ സ്ത്രീധനം വായിച്ചാണോടാ? ഇല്ല ഞാൻ ഒളിച്ചോടിയതാ. പത്തരം മാറ്റി മൊണ്ണ. ഇവരെ ഒന്ന് വീട്ടിൽ കേട്ടരുത് കേട്ടാ. ഇതൊക്കെ അവിടുത്തെ പ്രളയത്തിൽ ഒലിച്ചു പോകല്ലേ. അന്തസ്സില്ലാത്ത കുറെ എണ്ണങ്ങള്. അല്ല നീ എന്നെ വീട്ടിന്റെ അകത്തോട്ട് കേട്ടില്ല. അതല്ലേ ഒരു അന്തസ്. അന്തസ്